നമസ്കാരം. ഇറാനെതിരായ സൈനിക നടപടികൾ നിർത്തിവെക്കാനായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് നിർദ്ദേശിക്കുന്ന നിയമനിർമ്മാണത്തിന് US സെനറ്റിന്റെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. 50 മുതൽ 48 വോട്ടിനാണ് പ്രമേയം പാസാക്കിയത്. ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ചില അംഗങ്ങളും പ്രമേയത്തെ പിന്തുണച്ചിരുന്നു. നേരത്തെ US ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവിൽ 215നും 208 എന്നീ വോട്ടുകൾക്കാണ് ഈ പ്രമേയം പാസ്സായിരുന്നത്. സംഘർഷം നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും US സേനയെ പിൻവലിക്കാൻ പ്രസിഡന്റിനോട് നിർദ്ദേശിക്കുന്ന പ്രമേയം കോൺഗ്രസിന്റെ ഇരു സഭകളും പാസാക്കുന്നത് ഇത് ആദ്യമായാണ്. 4 റിപ്പബ്ലിക്കൻ പ്രതിനിധികൾ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ ഒരു ഡെമോക്രാറ്റിക് ഒഴികെ മറ്റെല്ലാവരും പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുകയായിരുന്നു. 2 റിപ്പബ്ലിക്കൻ സെനറ്റുമാർ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. സെനറ്റിലും ഹൗസിലും ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ചെറിയ ഭൂരിപക്ഷം മാത്രമാണ് ലഭിച്ചത്. ഇറാനുമായി സമാധാന കരാറിന് ട്രംപ് ഭരണകൂടം ചർച്ചകൾ നടത്തിവരുന്ന സാഹചര്യത്തിലാണ് പ്രമേയം സംഘർഷത്തെ എങ്ങനെ ബാധിക്കുമെന്നത് വ്യക്തമല്ല. നിയമനിർമ്മാണം ഭരണഘടനാ വിരുദ്ധമാണെന്നും പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുമാണ് വൈറ്റ് ഹൗസിന്റെ വാദം. എന്തായാലും ട്രംപിന് രാഷ്ട്രീയമായ തിരിച്ചടിയാണ് ഇത് എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ചരിത്രത്തിൽ ആദ്യമായാണ് യുദ്ധമുഖത്തു നിന്നും സൈന്യത്തെ പിൻവലിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു പ്രമേയം ഇരു സഭകളും പാസാക്കുന്നത്. ജനപ്രതിനിധി സഭയിലെ വോട്ടെടുപ്പിന് പിന്നാലെ നിയമനിർമ്മാതാക്കളെ വിമർശിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത്. തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ പ്രതികരിച്ച അദ്ദേഹം നടപടികളെ രാജ്യസ്നേഹമില്ലാത്തത് എന്നാണ് വിശേഷിപ്പിച്ചത്. ഇരു സഭകളിലും പാസായി എങ്കിലും ഇതൊരു കൺകറന്റ് പ്രമേയമായതിനാൽ പ്രസിഡന്റിന്റെ ഒപ്പ് ആവശ്യമില്ല എന്നത് നിയമപരമായ പ്രാബല്യമില്ല എന്നും വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഏപ്രിൽ 7-ന് വെടിനിർത്തലോടെ ശത്രുത അവസാനിപ്പിച്ചതിനാൽ സൈന്യത്തെ പിൻവലിക്കേണ്ട സാഹചര്യമില്ല എന്നാണ് വൈറ്റ് ഹൗസിന്റെ നിലപാട്. എന്നാൽ ഈ വ്യാഖ്യാനത്തെ ഡെമോക്രാറ്റിക് പ്രതിനിധികൾ ചോദ്യം ചെയ്യുകയാണ്. പ്രമേയം ബാധകമാകുമെന്നും വിയോജിപ്പുകൾ നിയമപരമായ വിഷയമായി മാറുമെന്നും അവർ വാദമുന്നയിക്കുന്നുണ്ട്. ഈ വർഷം 10 തവണയാണ് ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധ അധികാര നടപടികളിൽ നിന്നും സെനറ്റ് വോട്ടെടുപ്പ് നടത്തിയത്. അതിനിടെ ആണവ നിലയങ്ങളിൽ അനിശ്ചിതകാലത്തേക്ക് പരിശോധന നടത്താനായി ഇറാൻ സമ്മതിച്ചതായും പെൻസിൽവാനിയയിൽ നടന്ന റാലിയിൽ ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നു. നേരത്തെ JD വാൻസും സമാനമായ കാര്യം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ വാദങ്ങൾ തള്ളിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ ബാലിസ്റ്റിക് മിസൈലുകൾ അമേരിക്കയുമായുള്ള ധാരണാപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന നയം വ്യക്തമാക്കുകയാണ്. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന കരാറിന്റെ നിലനിൽപ്പ് വീണ്ടും ചോദ്യചിഹ്നമായി മാറുകയാണ്. സൈനിക ആവശ്യങ്ങൾക്കായി അമേരിക്കയെ ആശ്രയിക്കുന്നത് അവസാനിപ്പിച്ച ഇസ്രയേൽ സ്വതന്ത്രരാകണമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട്. വെസ്റ്റ് ബാങ്കിൽ റിസർവ് സൈനിക ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എത്തിയത്. നിലവിൽ 80% അമേരിക്കൻ ആയുധങ്ങളാണ് ഇസ്രയേൽ ഉപയോഗിക്കുന്നത്. സ്വന്തമായി ആയുധ നിർമ്മാണ ശേഷി വികസിപ്പിക്കേണ്ടതുണ്ട് എന്നും ഇറാനുമായും അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളുമായി യുദ്ധം തുടരുന്നതിനാൽ ഈ സ്വാതന്ത്ര്യം അനിവാര്യമാണ് എന്നാണ് നെതന്യാഹു ചൂണ്ടിക്കാട്ടുന്നത്. ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന പ്രതിരോധ ആയുധങ്ങളിൽ 2/3 നിർമ്മിക്കുന്നത് അമേരിക്കയിലാണെന്നും ഇതിന്റെ ചെലവ് വഹിക്കുന്നത് അമേരിക്കൻ നികുതിദായകരാണ് എന്നും US വൈസ് പ്രസിഡന്റ് JD വാൻസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇറാൻ കരാറിനെതിരായ ഇസ്രായേലിന്റെ നിലപാടിനെ വാൻസ് രൂക്ഷമായാണ് വിമർശനം ഉന്നയിക്കുന്നത്. ഇതിനു പിന്നാലെയാണ് വിദേശ ആശ്രയത്വം അവസാനിപ്പിക്കണമെന്ന നെതന്യാഹുവിന്റെ പരാമർശം കൂടി എത്തിയത്. എന്തായാലും ഇറാനുമായുള്ള കരാറിൽ ഇസ്രായേലിന് താല്പര്യമില്ല. ട്രംപിന്റെ നിർദ്ദേശം അനുസരിക്കാതെ ലെബനിലേക്കുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ അഴിച്ചുവിടുകയും ചെയ്തു. അതേസമയം ഇത്രയും കാലം അമേരിക്ക നൽകിയ സഹായങ്ങളെ നന്ദിയോടെ ഓർക്കുന്നതായും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഇതിനിടെ ഇസ്രായേൽ ലെബനൻ തമ്മിലുള്ള 5ാം വട്ട ചർച്ചകൾ വാഷിംഗ്ടൺ തുടരുകയാണ്. അപ്പോൾ സെനറ്റിന്റെ ഈ നീക്കത്തെ ട്രംപ് എങ്ങനെ നോക്കിക്കാണുമെന്നത് നമുക്ക് വരുന്ന ദിവസങ്ങൾ കാണാം.